ഹലോ. അപ്പൊ ഇന്ന് എന്റെ കയ്യിൽ ഒരു പാത്രം നിറച്ച് കൊള്ളിണ്ട് കേട്ടാ. 4 മണി പലഹാരം ഉണ്ടാക്കാനായിട്ടാണ് ഇന്നത്തെ സ്പെഷ്യല്. പാൽക്കപ്പയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത് കേട്ടോ. അപ്പൊ നമുക്ക് പാൽക്കപ്പ ഉണ്ടാക്കിയാലോ. അപ്പൊ എല്ലാവരും ഇവിടെ കമ്മോൺ. അപ്പൊ ആദ്യം തന്നെ കൊള്ളി കുക്കറിൽ വേവിക്കാൻ വെക്കുക കേട്ടോ. പിന്നെ നമുക്ക് കാന്താരിമുളകിന്റെ ആവശ്യമുള്ളതുകൊണ്ട് തന്നെ നമ്മൾ കാന്താരിമുളകൊക്കെ പൊട്ടിച്ചു. ഇത്ര കാന്താരിമുളകും ചുവന്നുള്ളിയാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഒരു വെളുത്തുള്ളിയും കൂടി വേണം. നന്നായി ചതച്ചെടുക്കുക. പിന്നെ നമുക്ക് പാൽക്കൊള്ളിക്ക് നാളികേരപ്പാൽ വേണമല്ലോ. അപ്പോൾ ഒരു നാളികേര ഫുള്ള് ഞാൻ എടുത്തായിരുന്നു. അതിൻ്റെ 1-ാം പാല് 2-ാം പാല് മാറ്റി വയ്ക്കുക കേട്ടോ. പിന്നെ ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് വെന്ത കൊള്ളി അതിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച കാന്താരിമുളക് ഉള്ളിയും കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യുക കേട്ടോ. നന്നായി മിക്സ് ചെയ്ത് 2-ാം പാൽ ഒഴിച്ചിട്ട് അതിനൊന്ന് കുറുകാൻ വെക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ 1-ാം പാൽ ഒഴിച്ചിട്ട് അതിനൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതൊന്ന് കുറുകി സെറ്റായി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതൊന്ന് കാച്ചലാണ്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് അതിൽ വറ്റൽമുളകും ചുവന്നുള്ളിയും വേപ്പിലിട്ടിട്ട് നന്നായി ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ അതെടുത്തിട്ട് നമ്മുടെ പാൽക്കൊള്ളിക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാൽക്കൊള്ളി സെറ്റായിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പാൽക്കൊള്ളി. ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പാൽക്കൊള്ളിക്ക് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ മീൻ കറിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മീൻ കറി വെച്ചിട്ടാണ് ടേസ്റ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മുടെ പാൽക്കൊള്ളി മീൻ കറി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് കഴിച്ച് വെക്കാം കേട്ടോ. നന്നായി മിക്സ് ചെയ്തിട്ട് കഴിച്ച് വെക്കാം. നല്ല ചൂടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ്. അപ്പോ മസ്റ്റ് ട്രൈ ചെയ്യണം മക്കളെ. എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ. കൊള്ളി കിട്ടുമ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഓക്കെ, ബൈ.